ഹായ് സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും. എന്താ പാട്? ഒരുപാട് ദിവസത്തിന് ശേഷം നമ്മൾ ഓട്ടോ യാത്രൻ്റെ വ്ളോഗ് വീണ്ടും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ എന്തുകൊണ്ട് കുറേ ചോദ്യങ്ങളുണ്ടാവും, എന്തുകൊണ്ടാണ് ഇത്രയും ദിവസം വ്ളോഗ് ഇടാതെ ഇരുന്നത്? നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ചെയ്യാറുണ്ടല്ലോ. ഇതിൻ്റെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തുടങ്ങിയിട്ട് നമുക്ക് ഇന്നത്തെ യാത്ര ഇന്ന് മുതൽ നമ്മൾ മാക്സിമം ഇടാൻ ശ്രമിക്കും. നമ്മൾ ആദ്യത്തെ ഒരു 10-50ഓളം ദിവസം നമ്മൾ വ്ളോഗുകൾ ചെയ്തിരുന്നു. ഡെയിലി നിങ്ങൾക്ക് വൈകുന്നേരം 6 മണിക്ക് അപ്ഡേഷൻ തന്നിരുന്നു. ഇതിൻ്റെ വിഷയം എന്താ വെച്ചാൽ ഇതൊക്കെ നമ്മളിങ്ങനെ ഒരു യാത്ര ഇറങ്ങുമ്പോഴാണ് നമുക്കിത് മനസ്സിലാവും ഓരോ കാര്യങ്ങൾ. നമ്മൾ ഈ ഒരു ആദ്യത്തെ ഒരു 19 ദിവസം, അതായത് നോർത്ത് ഈസ്റ്റ് ആസാമൊക്കെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് റേഞ്ച് എന്ന് പറഞ്ഞ സംഭവം ഇല്ല. അതായത് 2G 3G 4G ഒക്കെ കിട്ടിയാൽ കിട്ടി. 5G ഒരിക്കലും നോർത്ത് ഈസ്റ്റിൽ എവിടെയും 5G എന്ന് പറഞ്ഞ സംഭവം തന്നെ ഇല്ല. നമുക്ക് യൂട്യൂബിലൊരു വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞാൽ മിനിമം 10 മിനിറ്റേലും വേണ്ടേ. 10 മിനിറ്റായിട്ട് 20 മിനിറ്റൊക്കെ നമ്മളൊരു വീഡിയോ ഉണ്ടാവും. അപ്പോൾ 20 മിനിറ്റിൻ്റെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 4 GB അടുത്തുണ്ടാവും. അപ്പോൾ ഈ 4 GB ഒന്നും ഒരിക്കലും നമുക്ക് അപ്ലോഡ് ചെയ്യാൻ കഴിയില്ല. 2GB ആണ് 4Gയിൽ ആകെ ഉണ്ടാവുക. അപ്പോൾ അത് നമ്മൾ ഇൻസ്റ്റയ്ക്ക് ഉപയോഗിക്കും. കാരണം ഇൻസ്റ്റയിൽ നമ്മളൊരു 5-8 വീഡിയോ ചെയ്യണതുകൊണ്ടേ. അപ്പോൾ ഇപ്പോഴാണ് സത്യം പറഞ്ഞാൽ അവിടുന്ന് തുടങ്ങി ഇപ്പോൾ കാശ്മീർ എത്തി 2 മാസത്തോളം കഴിഞ്ഞിട്ട് ഇപ്പോൾ തിരിച്ച് ഇനിയൊരു 19 ദിവസത്തിനുള്ളിൽ ഇൻഷാ നമ്മൾ നാട്ടിലെത്തണമെന്നുണ്ട്. പഞ്ചാബിലെത്തിയപ്പോഴാണ് 5G ഒക്കെ ചാലായി വന്നത്, സെറ്റായി വന്നത്. അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ ഇൻഷാ അല്ലാഹ് എല്ലാ ദിവസവും കഴിയുന്ന രീതിയിലുള്ള വീഡിയോസുകളിടും. നിങ്ങൾക്ക് അറിയാം, നമ്മൾ ഓട്ടോ യാത്രയാണ്. നമുക്ക് ഒരുപാട് സ്ട്രഗിളിങ്ങുകളുണ്ട്. നമ്മൾ യാത്ര മുന്നോട്ട് പോകണമെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഫുഡിങ്ങിൻ്റെ, ടെൻറ്റിങ്ങിൻ്റെ, ഡ്രൈവിങ് രാവിലെ മുതൽ ഈവനിങ് വരെ എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ ഓടിക്കുന്നുണ്ട്. അവരവരുടെ കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിലൂടെ ആവണം ഈ കാര്യങ്ങളൊക്കെ. എന്നാലും കഴിയുന്ന രീതിയിൽ നമ്മളെന്തായാലും ഇന്ന് മുതൽ ഇടാൻ ശ്രമിക്കും. നമ്മളിപ്പോൾ പോകണത് ഇപ്പോൾ പഞ്ചാബിലാണുള്ളത് കേട്ടോ. കണ്ടില്ലേ, പഞ്ചാബിലാണ് നമ്മുടെ ഓട്ടോ യാത്ര ഉള്ളത്. ഓട്ടോറിക്ഷ ഇതാക്കണം. ഇവിടെയാണ് നമ്മൾ ടെൻ്റ് അടിച്ചത്. ഇന്നലെ വാഗാ ബോർഡറൊക്കെ കയറി. വാഗാ ബോർഡറിൽ നിന്ന് ഇറങ്ങി ഇന്നലെ നൈറ്റിൽ 9 മണിക്കാണ് നമ്മൾ ഇവിടെ എത്തുന്നത്. ഇന്ന് രാവിലെ 8 മണിയാണ് ഇപ്പോൾ സമയം. ഇവിടെ ഇതാക്കണം, കുട്ടികൾ ക്രിക്കറ്റ് കളിക്കുന്നുണ്ട് ഒരുപാട്. ഇപ്പോഴത്തെ കുട്ടികളെ പഞ്ചാബികൾ ഇത്ര ഫിറ്റായിട്ട് നിൽക്കുന്നതിൻ്റെ മെയിൻ കാരണം ഇവരെ ഫുഡിങ്ങും ഇവരെ വ്യായാമമൊക്കെ തന്നെയാണ്. 2 ടീമായിട്ടാണ് ഇവർ കളിക്കുന്നത്. ഒരു രക്ഷയില്ല. ജാവി ഇതാക്കണം, ഇപ്പം ഇതാക്കണം. അപ്പം നമ്മൾ ഇവിടെ നിന്ന് ഇപ്പം ഇങ്ങനെ പോകാനുള്ള പരിപാടിയിലാണ്. ഗുരുദ്വാറിലാണ് ഇന്ന് നമ്മൾ ഫുഡ് കഴിക്കാൻ വിചാരിക്കണം. ഉച്ചയ്ക്ക് ഏതെങ്കിലും ഗുരുദ്വാര കയറി അരച്ചു ബ്രൊൻ്റെ ഒരു ഐഡിയ. അപ്പം നമുക്ക് പോയി നോക്കുക. ഇവിടെ നമ്മൾ ഗുരുദ്വാറിൽ നിന്ന് ഫുഡ് കഴിച്ച് നോക്കാമെന്ന് പറഞ്ഞു. ഗുരുദ്വാർ ഉണ്ടാവും, പഞ്ചാബ് ആയതുകൊണ്ടൊരു പ്രതീക്ഷ ഉണ്ട്. ഒരുത്തൻ എന്താക്കണം 6 പാക്ക് വിത്ത് ബോഡിമേൽ ഇന്നലെ പഞ്ചാബിൽ നിന്ന് വാഗാ ബോർഡർ ഇതിൽ നമ്മളെ ഇന്ത്യൻ്റെ ഫ്ലാഗ് വെച്ചതാണ്. നമ്മളെ ഇന്ത്യൻ്റെ പിന്നെ ഒരു അഭിമാനം, രോമാഞ്ചിഫിക്കേഷൻ കാണാൻ വേണ്ടിയിട്ട്. അത് ഇന്നലെ ഒരു 1.5 പരിപാടി കേട്ടോ. ടെൻ്റൊക്കെ മടക്കി വെച്ച് ഓട്ടോറിക്ഷ തക്കണക്കുള്ള കുറേ കാലത്തിന് ശേഷം യൂട്യൂബിൽ ഓട്ടോറിക്ഷ കാണുന്നത് കേട്ടോ. അങ്ങനെ നമ്മളെ വണ്ടി ഇപ്പോഴും ഒരു കുഴപ്പമില്ല, സെറ്റിൽ നിൽക്കുന്നുണ്ട്. ഞാനൊന്ന് കാണിച്ചു തരാൻ പോണതിൻ്റെ മുന്നേ നമുക്ക് യാത്ര ആരംഭിച്ച് നോക്കാം. അമൃത്സറാണ് ടൗണ്. ഈ ടൗണിൻ്റെ പേര് അമൃത്സറാണ്. അമൃത്സർ ടൗണിൽ ചെറിയ ടൗൺഷിപ്പിൻ്റെ സെൻറ്ററിൽ ചെറിയൊരു ഗ്രൗണ്ട്. അപ്പോൾ എന്നാൽ പോയി നോക്കല്ലേ. അങ്ങനെ സുഹൃത്തുക്കൾ, നമ്മളെ യാത്ര ആരംഭിച്ച്. നല്ല ചൂടാട്ടോ മക്കളെ. നോക്കിയാണ് നിങ്ങൾ, ഇതാണ് അവസ്ഥ. ഒരു രക്ഷയില്ല. പഞ്ചാബിൻ്റെ വഴികളിലൂടെയാണ്. ഫുള്ള് കൃഷികളാണ് 2 സൈഡിൽ. കണ്ടില്ലേ, ഫുള്ള് ഇതുപോലുള്ള കൃഷികളാണ് ടോട്ടലി. നമുക്ക് എവിടെ പഞ്ചാബിൽ പോവുകയാണെങ്കിലും അങ്ങനത്തെ കൃഷികളാണ് നമുക്ക് കാണാൻ പറ്റുള്ളൂ. പക്ഷേ ഇവരെ ഏറ്റവും വലിയ എന്താ വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് നമുക്കിങ്ങനെ ഓരോ കുടിവെള്ളം ഇങ്ങനെ കിട്ടും. വഴിയിൽ നിന്ന് ഇങ്ങനെ അവരിങ്ങനെ ഗുരുദ്വാര പോലെ ഒരുപാട് സെറ്റപ്പ് ഉണ്ടാക്കി വെച്ചേക്കും. അങ്ങനെ വിളിച്ച് വരുത്തി തരും വരും. നല്ലൊരു പീസ്ഫുള്ളാണ്, കാണാനും രസമുള്ള സ്ഥലങ്ങൾ. അതുപോലെ നമുക്ക് ഓട്ടോറിക്ഷ ഇങ്ങനെ ഓടിക്കുമ്പോഴേ നമ്മൾ നോർത്ത് ഈസ്റ്റിൽ ആസാം കയറിയ ഫീലാണ് ഇവിടെ നിൽക്കുമ്പോൾ. കാരണം ഒരു കംഫർട്ടബിൾ സോൺ തോന്നും ഇവരുടെ അണ്ടറിൽ. പഞ്ചാബിൽ ഇങ്ങനെ ജഗക്കൂടെ ആകുമ്പോൾ ജാഗ്രത ബാക്കിൽ കുപ്പായക്കാലം എല്ലാവരും കുപ്പായ പൂരിച്ചാണ്ടുണ്ട്. കാരണം എല്ലാം കഴിയൂല. മാതിരി ചൂടായതുകൊണ്ട് ചൂടാണ്, ചൂടാണ്. അങ്ങനെ ഞങ്ങളെ ചോറൊക്കെ വെച്ചിട്ട്, ചോറല്ല വത്തക്കള്ളൊക്കെ കലക്കി ഒരു പുള്ളിയൊക്കെ കഴിഞ്ഞ് പാസ്സാക്കി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ആലോചിച്ചത് എന്ത് തേങ്ങയാണ് ഈ വീഡിയോസിൽ ഇപ്പോൾ ഉള്ളത്, ഇത് തുടുത്തിയല്ലോ എന്നല്ല. സത്യം പറഞ്ഞ് വത്തക്കള്ളം കുടിച്ച് ഞങ്ങൾ അതെടുക്കാൻ മറന്നുപോയി. ഇതിന് പിന്നെ 1-2 സ്ഥലത്ത് വെള്ളം കുടിച്ച് 1-2 സ്ഥലത്ത് ഇറങ്ങി ഒക്കെ എടുക്കുക ഷൂട്ട് മറന്നുപോയി. കാരണം എന്താ അറിയോ, ഇത് ചേലായിട്ട് വരണം. യൂട്യൂബ് വീഡിയോസ് ഇൻസ്റ്റകളിൽ പെട്ടെന്ന് എടുത്ത് തള്ളിക്കാണ്ട് ഇത് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ 2 മാസം ഇതിമത്തെ ഉടനെ ചെല്ലാം, 8 എടുത്തിട്ട് ചെല്ലാം.
അപ്പോൾ ഇതിങ്ങനെ ഓർമ്മയിൽ വരണം. ഓരോ സ്ഥലത്ത് എത്തുമ്പോഴേ ഇൻസ്റ്റഗ്രാമിൽ വീഡിയോ എടുക്കണതിൻ്റെ ഒപ്പം ഇതും കൂടെ എടുക്കണം എന്നുള്ളത് ഇനി ഓർമ്മ ഇങ്ങനെ വരണം. അപ്പോൾ ഓപ്പണായിട്ട് പറയാനുള്ളത് പറയാമല്ലോ, ഒക്കെ പാളി പോണ്ട് കഴിക്കുന്നത്. അപ്പോൾ അത് 1-2 ദിവസം പിടിക്കും ഇതൊന്ന് റെഡിയായി വരണം എന്നുണ്ടെങ്കിൽ. പഞ്ചാബിൻ്റെ ഗ്രാമങ്ങളിലൂടെ എന്ന് പറയാൻ പറ്റില്ല, എന്നാൽ ഒരു ഗ്രാമീണ അന്തരീക്ഷം നമുക്ക് സൈഡിൽ കാണാൻ പറ്റും. പഞ്ചാബിയാണ് വണ്ടി ഓടിക്കുന്നത്. കാലിങ്ങനെ കയറ്റി വെച്ചാൽ കാര്യങ്ങൾ അതൊരു സുഖമാണ്. കാലിൻ്റെ നീർക്കിട്ട് തടസ്സങ്ങൾ അങ്ങനെയൊക്കെ പോകും. ഒരു പരിചയപ്പെട്ട് ഇപ്പോൾ ഇരിക്കണ ഇങ്ങനെ നമ്മൾ പരിചയപ്പെട്ടിരിക്കുമ്പോൾ ഭയങ്കര ഇത് വരും. പോകാൻ അങ്ങോട്ടും കയറ്റി വെക്കും, നമ്മളിങ്ങോട്ട് കയറ്റി വെക്കും. ഇവിടെ ഒരുപാട് ഗുരുദ്വാരകളൊക്കെ ഉണ്ട് പഞ്ചാബിലേ. ഇവിടെ പിന്നെ ആരും കുടിവെള്ളം കിട്ടാതൊന്നും പെടൂല. എന്നിട്ട് ഓരോ പള്ളികളൊക്കെ നോക്കി അങ്ങനത്തെ റോഡുകളൊക്കെ ഒരു വീടൊക്കെയാണ്. എന്താ അതിൻ്റെ സ്ട്രക്ചർ, ചുവപ്പൊക്കെയാണ്. എവിടെ നോക്കിയാലേ പഞ്ചാബികൾ കൃഷിക്കാരാണ്. നമുക്ക് എവിടെ നോക്കിയാലും ഇങ്ങനത്തെ കൃഷികളങ്ങനെ തന്നെ കാണാം. നിരത്തി കൃഷികൾ. കൃഷിയിലേറെ മെയിനാണ് ചോളം, കമ്പം, ഇല്ല നെല്ല്, ഇതൊക്കെ ഓരോരു മെയിനാണ്. നെല്ല് ഇതൊക്കെ പറഞ്ഞു. അങ്ങനെ സുഹൃത്തുക്കളെ, ഈവനിങ് നൈറ്റിലിപ്പോൾ ഒരു 9 മണിയായിട്ടോ. പഞ്ചാബിലിങ്ങനെ ടെൻ്റ് അടിച്ചില്ല, വണ്ടി സൈഡാക്കി. ഈ ഗുരുദ്വാരയിൽ നിന്നാണ് ഫുഡ് നമ്മൾ സ്റ്റേ ചെയ്യണത്. ഇതാ ഈ ഒരു വീട്ടിലുള്ള ഇവർ സ്റ്റേ ചെയ്യാനൊക്കെ ഫുള്ള് സൗകര്യമാണ് ഇവിടെ. ഇവിടെ പിന്നെ അങ്ങനത്തെ വിഷയങ്ങൾ, പഞ്ചാബിലോ പിന്നെ അങ്ങനത്തെ വിഷയങ്ങളൊന്നും ഇല്ല. ഇവിടെ കിടന്നുകൂടി പറഞ്ഞു. ഇവിടെ എനി ടൈം ഫുഡുണ്ട്, കണ്ടില്ലേ? ഇതാ ഇവിടെയാണ് നമ്മളെ കിടത്തം. ജാവിതാക്കൾ കിടന്നു ബെഡ് ഇതാക്കണം, കണ്ടില്ലേ? എയർ ബെഡ് ഇട്ടാണ്ടേ പെരും കൊതുകാണ് ഇവിടെ. ഇപ്പോൾ ഫാനുണ്ട്, ഒരു സീനുമില്ല. ഇവർ പിന്നെ സ്ഥിരമായിട്ട് അവിടെയാണ് കിടത്തം. ഇനി മെല്ലെ മെല്ലെ വീഡിയോ അങ്ങനെ സെറ്റാക്കി അങ്ങനെ കൊണ്ടുവരണം. ഒരുപാട് കാര്യങ്ങൾ മിസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ എടുക്കാൻ ഷൂട്ട് ചെയ്യാൻ മറന്നുകൊണ്ട് ഇൻസ്റ്റാഗ്രാമിക്ക് വീഡിയോ ചെയ്യണോണ്ടും ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് 2-3 മാസമായിട്ട് നമ്മൾ ചെയ്യണ ചില വീഡിയോ യൂട്യൂബിക്ക്. അപ്പോൾ പല സ്ഥലത്ത് എത്തുമ്പോഴും ഇത് യൂട്യൂബിക്ക് എടുക്കാനുള്ള മറന്ന് പോവാണ്. അതാണ് ഇപ്പോഴത്തെ പ്രശ്നം. കഴിഞ്ഞ് 2 ദിവസം കൊണ്ട് ഇങ്ങനെ റെഡിയാക്കി കൊണ്ടുവരണം. എന്താ ഇതാണ് ഗുരുദ്വാര. ഇവിടെയാണ് എപ്പോഴും ഫുഡ് ഉണ്ടാവുക. ഉണ്ടോ ഓരോരുത്തർ ഫുഡ് കഴിക്കുന്നുണ്ട്, എപ്പോഴും വന്ന് ഫുഡ് കഴിക്കുന്നുണ്ട് കേട്ടോ. ആക്കണം ഫുഡ് കഴിക്കാണ്ടില്ലേ, മുപ്പരണത് വളമ്പി കൊടുക്കണുള്ളൂ. ഇവിടെ എല്ലായിടത്തും ഉണ്ടാവും. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ കാണാം നമുക്ക്. ഓക്കേ.